ഹായ് എവരിവൺ. സോ പ്ലസ് ടുവിന് ശേഷം കീം, ക്യുവറ്റ്, നീറ്റ് പോലെയുള്ള എൻട്രൻസ് എക്സാമിനേഷൻസിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും നിങ്ങളല്ലേ. ഈ ഒരു സമയത്ത് നമ്മുടെ കീം എക്സാമിനെ സംബന്ധിച്ച് എക്സാം പാറ്റേണിലും സിലബസിലുമൊക്കെ നിരവധി ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കിടയിൽ നിരവധി ആശങ്കകളുണ്ട്. എങ്ങനെയായിരിക്കും എക്സാം പാറ്റേൺ, സിലബസിലുള്ള വ്യത്യാസം എങ്ങനെയായിരിക്കും എക്സാമിനെ ഇഫക്റ്റ് ചെയ്യുക, അങ്ങനെ നിരവധി സംശയങ്ങളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മളെടുത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് ഏഗൺ ലേണിംഗിൻ്റെ ഡയറക്ടറും ഒരു മാത്സ് ടീച്ചറും കൂടിയായിട്ടുള്ള നമ്മുടെ പ്രശോഭ് സർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാണ്. ഹായ് സർ. ഹായ്. യെസ്. അപ്പോൾ MBBS, BDS, ആയുർവേദ പോലെയുള്ള മെഡിക്കൽ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാമിനേഷൻ ആയിട്ടുള്ള NTA കണ്ടക്ട് ചെയ്യുന്ന നീറ്റ് എക്സാമിനേഷനാണ് എഴുതേണ്ടതായിട്ടുള്ളത്. എന്നാൽ കൂടി കേരളത്തിലുള്ള 85% സീറ്റുകളിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അവർ കീം രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഇപ്പോഴും പല വിദ്യാർത്ഥികൾക്കും സംശയമുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് കീം രജിസ്റ്റർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് കീം എക്സാം എഴുതേണ്ടതായിട്ടുള്ളത്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ സർ? ഓക്കെ അഞ്ജിത. അപ്പൊ അതില് കുട്ടികൾക്ക് തീർച്ചയായും പാരന്റ്സിനും ഒക്കെ സംശയമുള്ള കാര്യം തന്നെയാണ് അഞ്ജിത ചോദിച്ചത്. നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ കീം എഴുതണോ വേണ്ടിയോന്ന് അതിൽ സംശയമൊന്നുമില്ല. ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യണം. എഴുതുക എന്നുള്ളതല്ല, കീമിന് എൻട്രൻസിന് അപ്ലൈ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നീറ്റ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് 85% സീറ്റുകൾ അല്ലെങ്കിൽ 15% സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ടയിൽ വെക്കുമ്പോൾ ബാക്കിയൊക്കെ സ്റ്റേറ്റിനാണ്. അപ്പോൾ കേരളത്തിലുള്ള മെഡിക്കൽ കോളേജുകൾക്ക് സ്റ്റേറ്റ് കോട്ടയിൽ ഫില്ല് ചെയ്യുന്നത് നമ്മുടെ കീം എക്സാമിന് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള കുട്ടികൾക്കാണത് കൊടുക്കുന്നത്. ആ ഒരു സംഗതിക്ക് വേണ്ടിയിട്ടാണ് കീമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. പലപ്പോഴും ചില കുട്ടികളെങ്കിലും, എല്ലാ കുട്ടികൾക്കും ഏറെക്കുറെ അറിയാം, എന്നാലും കുട്ടികളെങ്കിലും വിചാരിച്ചു പോകും എഞ്ചിനീയറിംഗ് എക്സാം മാത്രമല്ലേ എന്നുള്ളത് കരുതി പോകാറുണ്ട്. തീർച്ചയായും എഞ്ചിനീയറിംഗിന്റെ കോളേജുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ നമ്മൾ കീമിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അപ്ലൈ ചെയ്യണം, പരീക്ഷ നന്നായിട്ട് എഴുതണം. തീർച്ചയായും അത് വേണം. കൂടെ ഒരു കാര്യം കൂടെ, ബിഫാം അല്ലേ, ബിഫാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കോഴ്സിന് ചേരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ തീർച്ചയായും കീമിന് അപ്ലൈ ചെയ്യണം. കീമിന് അറിയാവുന്നതാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. ഇതിൽ അവർ മാത്സ് എഴുതേണ്ടതില്ല, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി നിർബന്ധമായും എഴുതണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ അഡ്മിഷൻ നടക്കുന്നത്. സർ, അതേപോലെ ഇത്തവണത്തെ എക്സാം പാറ്റേണിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ട്. CBT ആണ് എക്സാം പാറ്റേൺ, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ബബിൾ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഒരു +2 കാരിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അതായത് ബബിൾ ചെയ്യുന്നത് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യം കാണുന്ന ആൻസർ കറക്റ്റ് ആണെന്ന് തോന്നും, പിന്നീട് ഒന്നും കൂടി നോക്കുമ്പോഴത്തേക്ക് അതിലൊരു മിസ്റ്റേക്ക് തോന്നാറുണ്ട്, വേറെ ആൻസർ ആണ് കറക്റ്റ്, ഡിസിഷൻ വാസ് റോങ് എന്ന് തോന്നാറുണ്ട്. പക്ഷെ അപ്പോൾ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ CBT വരുന്നതോടെ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആകുകയാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ അഡ്വാൻറ്റേജസ് എന്നാണ് സാറിന് തോന്നുന്നത്? അതിൽ പലപ്പോഴും കുട്ടികൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആകുമ്പോൾ ടെൻസ്ഡ് ആവുന്നതും കാണാറുണ്ട്. പക്ഷേ ഇപ്പൊ കഴിഞ്ഞ JEE എക്സാം ഒക്കെ എഴുതി പരിചയമുള്ള കുട്ടികളായിരിക്കും നമ്മളിപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് കുറച്ചുകൂടെ അവർക്ക് ഫ്രീ ആയിട്ടുണ്ടാകുക. കാരണം ഒന്നുകൂടെ നമ്മളിപ്പോൾ ഒരു OMR ഷീറ്റിൽ ബബിൾ ചെയ്ത് പോകുമ്പോൾ തീർച്ചയായും ഒരു തവണ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നൊരു അത് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത്, നേരത്തെ അഞ്ജിത പറഞ്ഞതുപോലെ അത് മാറ്റി ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ ഇതിനകത്താവുമ്പോൾ CBT എക്സാം ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ അതിനകത്ത് എന്തെങ്കിലും കറക്ഷൻസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്തു പോകുന്നതിനിടയിൽ എന്തെങ്കിലും മിസ്റ്റേക്സ്, എറേഴ്സ് വന്നു കഴിഞ്ഞാലും നമുക്കത് ഒന്നുകൂടെ കറക്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ഗുണമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അത് നല്ലൊരു കാര്യമാണ്. കാരണം കമ്പ്യൂട്ടർ ബേസ്ഡ് ആവുന്നത് കൊണ്ട്, പക്ഷേ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് അത് പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടുള്ള ടെൻഷനൊന്നും കുട്ടികൾക്ക് വേണ്ടിയില്ല. ഒക്കെ വളരെ ഈസി ആയിട്ട് കമ്പ്യൂട്ടർ അതിനകത്ത് ചെയ്തു പോകാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാൻ കമ്പ്യൂട്ടറിൽ പ്രാക്ടീസ് ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് ആ പരീക്ഷ ബുദ്ധിമുട്ടായിരിക്കും എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സാധാരണ പ്രാക്ടീസ് ചെയ്യുന്ന രൂപത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ റേസിനെ സംബന്ധിച്ചിടത്തോളം CBTക്ക് പ്രാക്ടീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ കുട്ടികൾക്കും ഉണ്ട്, വേണമെങ്കിൽ പ്രൊവിഷൻ മറ്റുള്ള കുട്ടികൾക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാവുന്നതാണ്, ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കുട്ടികളല്ലാത്ത കുട്ടികൾക്കും നമുക്ക് ഈ ഒരു അവസരത്തിൽ നമുക്ക് വേണമെങ്കിൽ നേരത്തെ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. കാരണം അത് കുട്ടികൾക്ക് വലിയ ഹെൽപ്പ് ആവുകയാണ്. തീർച്ചയായിട്ടും.
സർ അതേപോലെ സിലബസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ CBT അവർക്കൊരു അനുഗ്രഹമാണെങ്കിൽ സിലബസ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ച സിലബസ് ആണ് കീമിന്റെ സിലബസ്. ഇപ്പൊ കെമിസ്ട്രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 9ഓളം ചാപ്റ്റേഴ്സ് ഡിലീറ്റഡ് ആയിരുന്നു. ആ ഡിലീറ്റഡ് ചാപ്റ്റേഴ്സ് ഒക്കെ കീമിന്റെ സിലബസിൽ വന്നു. അപ്പോൾ ഇപ്പൊ നമ്മൾ ഹർജിയൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും സിലബസിൽ മാറ്റമില്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവർ ഇത് ഓവർകം ചെയ്യുക? കെമിസ്ട്രി ടീച്ചറായ അഞ്ജിത മിസ്സാണ് ഇത് പറയുന്നത്. കാരണം കെമിസ്ട്രിയിലെ ചാപ്റ്റേഴ്സ് പോയതിലുള്ള ടെൻഷനിലായിരുന്നു ആദ്യം. അല്ല, കുട്ടികളെ എനിക്കൊന്ന് കോച്ചിങ് ഇല്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്കൂളിൽ പഠിച്ചിട്ടില്ല, പെട്ടെന്നാണ് ആ ചാപ്റ്റേഴ്സ് കാണാൻ. അതൊരു പ്രോബ്ലം തന്നെയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് പ്രതീക്ഷിക്കാം അത് മാറി കിട്ടും എന്നുള്ളത് പ്രതീക്ഷിക്കാം എന്ന് പ്രതീക്ഷിക്കാനേ ആവുള്ളൂ. പക്ഷേ നമ്മുടെ പ്രിപ്പറേഷൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ ചാപ്റ്റേഴ്സ് 9ഓളം ചാപ്റ്റേഴ്സ്, ഞാൻ ചാപ്റ്റേഴ്സിന്റെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ് ചാപ്റ്റേഴ്സൊക്കെ. അപ്പോൾ അത്ര ഡീറ്റെയിൽ ഇത് സമയം വേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. കുറേ ചാപ്റ്റേഴ്സ് പിന്നെ പി ബ്ലോക്ക് പോലെ, സോളിഡ് സ്റ്റേറ്റ് പോലെയുള്ള, മെറ്റലർജി, സർഫസ് കെമിസ്ട്രി പോലെയുള്ള ചാപ്റ്ററുകളൊക്കെ ഡിലീറ്റഡ് ആയിരുന്നു. എസ് ബ്ലോക്ക്, ഹൈഡ്രജൻ. അപ്പോൾ അത് നിങ്ങൾക്ക് വേഗം പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് തന്നെയാണ്. നിങ്ങൾക്ക് ഫിസിക്കൽ കെമിസ്ട്രി, ഓർഗാനിക് പോലെയുള്ള ചാപ്റ്റേഴ്സ് അല്ല, കുറച്ച് നിങ്ങൾക്ക് വേഗം പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് തന്നെയാണ്. അതിനെ കൊണ്ടൊന്നും വറീഡ് ആവണ്ട. ഇൻ കേസ് അത് വരികയാണെങ്കിൽ ഒരു മിനിമം ലെവലിൽ നമ്മൾ എപ്പോഴും എഞ്ചിനീയറിംഗ് കീം എക്സാം എഴുതുന്ന കുട്ടികൾ ഓർമ്മിക്കേണ്ടത് എല്ലാ ചാപ്റ്റേഴ്സിനെയും മിനിമം ലെവലിൽ നമ്മൾ പഠിച്ചു വയ്ക്കണം എന്നുള്ളതാണ്. അതെന്തായാലും, കാരണം ആ ചാപ്റ്റേഴ്സിനൊക്കെ നമുക്കൊരു വെയിറ്റേജ്, ഒരു ചെറിയ ഈസി ലെവൽ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഒരു ചാപ്റ്ററിൽ നിന്നൊരു മാത്സ് ടീച്ചർ എന്നുള്ളത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിൽ 2 ക്വസ്റ്റ്യൻ ആർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പലപ്പോഴും കീമിന്റെ പരീക്ഷയ്ക്ക് മെഷർ ചെയ്യപ്പെടുക കണ്ടന്റ് നോളജിനേക്കാളും അവരുടെ സ്പീഡാണ്, നമ്മൾ എത്ര വേഗം ഇത് എഴുതി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കെമിസ്ട്രി ആണെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ ആ ചാപ്റ്ററിന് വേണ്ടിയിട്ട് അവസാനത്തെ ഒരു പ്രിപ്പറേഷൻ നമ്മൾ കൊടുക്കാനുള്ളൊരു സമയം നമ്മൾ കണ്ടെത്തണം. പ്രത്യേകിച്ച് ഈ വർഷം നമുക്ക് ഗുണം എന്താ വെച്ചാൽ കുറച്ച് അപ്പുറത്തേക്ക് നീണ്ടിട്ടുണ്ട് എക്സാം. ജൂണിലേ ഉള്ളൂ, ജൂൺ 1 ഉള്ളൂ. അപ്പോൾ ടൈം കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ വന്നതിനെ ന്യായീകരിക്കുകയല്ല. നമുക്ക് ആ സിലബസ് വരുന്ന സ്ഥിതിക്ക് നമുക്കത് വെച്ച് പ്രിപ്പയർ ചെയ്യണം. കാരണം ആ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതിനകത്ത് കയറി വരാൻ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കണക്കാക്കി വെക്കുക. ക്ലാസ്സിന് ക്രാഷ് കോഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അല്ലാത്തവർ അത്യാവശ്യം ആ സിലബസ് നോക്കി പരമാവധി ക്ലാസ്സുകളൊക്കെ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആവുന്ന ക്ലാസ്സുകളൊക്കെ നോക്കി അതിനൊന്ന് പഠിച്ച് മുന്നോട്ട് വരാൻ ശ്രമിക്കുക. അതാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. ഇനി ഫോർ ദ ബെസ്റ്റ് നമുക്ക് ആ സിലബസുകൾ ഒഴിവായി കിട്ടുമെങ്കിൽ അത്രയും സന്തോഷം. ഇപ്പൊ എക്സാം പാറ്റേണിലേക്ക് വരികയാണെങ്കിൽ മുൻ വർഷങ്ങളിൽ 240 ചോദ്യങ്ങളായിരുന്നു ടോട്ടലി ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ വെയിറ്റേജ് സെയിം ആണ്. അതായത് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി സബ്ജക്ട്സിന്റെ വെയിറ്റേജ് സെയിം തന്നെയാണ്. എന്നാൽ ക്വസ്റ്റ്യൻ നമ്പേഴ്സിൽ മാറ്റം വന്നിട്ടുണ്ട്. 150 ക്വസ്റ്റ്യൻസ് ആണ്. അതുമാത്രമല്ല മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ് വിഷയങ്ങൾ ഒരൊറ്റ പേപ്പർ ആയിട്ടാണ് അവർ എഴുതേണ്ടത്. കഴിഞ്ഞ വർഷമാണെങ്കിൽ ആഫ്റ്റർനൂൺ സെഷനിലായിരുന്നു മാത്തമാറ്റിക്സ് വന്നത്. അപ്പോൾ ഡൗട്ടൊന്നും ഇല്ല, ന്യൂമറിക്കൽസ് ഉച്ച കഴിഞ്ഞിട്ട് ചെയ്യാം. രാവിലെ ഉള്ളത് ഫിസിക്സും കെമിസ്ട്രിയും ആണ്, അത് ഒരുമിച്ച് ചെയ്യാം. അതിലും ന്യൂമറിക്കൽസ് ഒക്കെ ഉണ്ട്, എന്നാലും തിയറി പാർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സർ, ഈ 3 വിഷയങ്ങളും ഒരുമിച്ച് വരുമ്പോൾ ഞങ്ങൾ ഏത് ആദ്യം അറ്റൻഡ് ചെയ്യണം? ന്യൂമറിക്കൽസ് ചെയ്യണോ അതോ തിയറി ചെയ്യണോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പൊ എങ്ങനെ 3 മണിക്കൂറിൽ ഇഫക്റ്റീവായിട്ട് ഈ 150 ക്വസ്റ്റ്യൻസ് അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും? പലപ്പോഴും എൻ്റെ ഒരു ഒപ്പീനിയൻ, പലപ്പോഴും ചില കുട്ടികൾ കരുതുക മാത്സ് അവസാനം വെച്ചിട്ട് കെമിസ്ട്രി, ഫിസിക്സ് എഴുതാന്നൊക്കെ രീതിയിൽ, അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ തുടങ്ങാം, കാരണം തിയറി ബേസ്ഡ് ആയിരിക്കുമല്ലോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലർ ആലോചിക്കാറുണ്ട്. പക്ഷേ എനിക്കുള്ള ഒരു ഒബ്സർവേഷൻ എനിക്ക് പറയാനുള്ളത്, കുട്ടികളോട് ഞാൻ പറയാറുള്ളത്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും കണ്ടന്റ് നന്നായിട്ട് അറിയാവുന്ന ഏതാണോ അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. നമുക്ക് ഇഷ്ടമുള്ളതിൽ തുടങ്ങാമെന്ന് അറിയില്ലേ. അപ്പോൾ അതിനകത്ത് അത് സ്പീഡായിട്ട് മുമ്പോട്ട് ചെയ്തു പോകാൻ ഞാൻ പറഞ്ഞു. കീമിനകത്ത് നമുക്ക് നമ്മുടെ മെഷർ ചെയ്യപ്പെടുന്നത് ഈ വർഷം എനിക്ക് അത്ര ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ വർഷം വരെയാണെങ്കിൽ 240 ക്വസ്റ്റ്യൻസ്, 120 മാത്സിൽ, മറ്റേത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിൽ 120 വരുമ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ലെവല് നമ്മൾ പ്യുവർലി NCERT ബേസ്ഡ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ലൈറ്റ് ആയിട്ട് വളരെ ഈസി ആയിട്ട് എഴുതി പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് കുട്ടികൾക്ക് ഉണ്ടായിരുന്നത്. ഈ വർഷം അത് 150ലേക്ക് വരുമ്പോൾ, ടോട്ടലി 150ലേക്ക് വരുമ്പോൾ മേ ബി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം ടഫായിട്ട് വന്നേക്കാം. എന്നാൽ പോലും നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജുകളും ഒരുപാട് കോളേജുകളും കേരളത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികളും അതിനകത്ത് ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രത്തോളം ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയില്ല എന്ന് തന്നെ വിചാരിച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് മാക്സിമം ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഒരു ഒന്നും നോക്കാതെ ഒരു കുട്ടി ഒരു കീമിൻ്റെ ഒരു കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ, ഒരു 10 ക്വസ്റ്റ്യൻ നോക്കിയാൽ ആ കുട്ടി ചിലപ്പോൾ ഒറ്റയടിക്ക് 2 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നും നോക്കണ്ടില്ല, ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒന്നുകൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്താൽ അത് 4ലേക്കും
കുറച്ചുകൂടെ കൃത്യമായിട്ട് ഇനിയുള്ളൊരു ദിവസങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 5-6 ക്വസ്റ്റ്യനിലേക്കെല്ലാം കയറാൻ പറ്റിയാൽ ഒരു 50 to 60% സ്കോറൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റിയ കേരളത്തിലെ നല്ല എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. നല്ല റാങ്കിലേക്ക് 1000 അല്ലെങ്കിൽ 3000 റാങ്കിനുള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കോളേജിൽ നല്ല ഭംഗിയിൽ പോയി പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ സർ, അപ്പൊ സിലബസിലെ മാറ്റങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. +1 ശേഷം +1+2 ശേഷം ഡയറക്റ്റ് ആയിട്ട് എൻട്രൻസിലേക്ക് വന്ന കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാവും. അതേപോലെ +1 പഠനം ആരംഭിച്ച സ്റ്റുഡൻസ് ഉണ്ടാകും, റിപ്പീറ്റേഴ്സ് ഉണ്ടാകും. ഇവരൊക്കെ എന്ത് സ്ട്രാറ്റജിയാണ് സ്വീകരിക്കേണ്ടതായിട്ടുള്ളത്? എന്തായാലും സ്ട്രാറ്റജി ഡിഫറെൻ്റ് ആയിരിക്കും. സിലബസിൽ ഇല്ലാത്ത NCERT സിലബസിൽ ഇല്ലാത്ത ഒരുപാട് പോർഷൻസ് പഠിക്കാനുണ്ട്. അപ്പൊ രണ്ടുപേർക്കും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി സാറിന് പറയാൻ പറ്റും? അല്ല, ഞാനതിപ്പോ പറഞ്ഞത് തന്നെയാണ്, സ്പീഡാണ് നമുക്ക് ഇതിനകത്ത് കീം എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം പലപ്പോഴും കുട്ടികൾ അവസാനത്തെ ക്വസ്റ്റ്യനുകളിലേക്ക് എത്താണ്ടായി പോകാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യാൻ മറന്നു. നമ്മൾ ഇപ്പോൾ മാത്സിൽ ഒരു തുടങ്ങിയ കുട്ടിയാണെങ്കിൽ ഒരു റൗണ്ട് നമ്മൾ പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് 150 ക്വസ്റ്റ്യൻസിൽ ഒരു 3 hours നമുക്ക് പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിലൂടെ ആദ്യം ഒന്ന് പോവാം. എല്ലാ ക്വസ്റ്റ്യൻസിലൂടെയും നമുക്ക് ഒരു റൗണ്ട് പോകാൻ കഴിയണം. എന്നതിന് ശേഷം നമുക്ക് അതിനകത്ത് കുറച്ച് ചെയ്ത് നോക്കേണ്ടത്, വർക്കൗട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിനകത്ത് കുറച്ചുകൂടെ സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകൽ തന്നെയാണ് ഇതിനകത്തുള്ള കാര്യം. അപ്പോൾ ഒരു റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടി അല്ലെങ്കിൽ ഒരു വർഷം അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന കുട്ടി, ജെഇക്കൊക്കെ എക്സ്പെർട്ടായിട്ട് ഇടപെട്ടിരുന്ന കുട്ടിയായിരിക്കും. ചിലപ്പോൾ ജെഇക്ക് അവർക്ക് അത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇനി അടുത്തൊരു വർഷത്തേക്ക് റിപ്പീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് പകരം കീമിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ, നമുക്ക് ഇനിയുള്ള ഒരു സമയം പ്രിപ്പയർ ചെയ്താൽ നമുക്ക് അച്ചീവ് ചെയ്തിട്ട് പോകാൻ പറ്റും. ആദ്യത്തെ 4-5 എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടുക. ട്രിവാൻഡ്രം ഉണ്ട്, തൃശ്ശൂരുണ്ട്, MSc ഉണ്ട്, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെയുള്ള ഒരുപാട് ഒരു 5-10 ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല അച്ചീവ്മെന്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം +2 കഴിഞ്ഞ പാടുള്ള കുട്ടികൾക്കാണെങ്കിലും സത്യത്തിൽ സാധാരണ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു മാസം പോലും കിട്ടാറില്ലായിരുന്നു. ഇപ്പോൾ 2-2.5 മാസം നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ ടെൻഷൻസ് ഇല്ല അല്ലേ? +2 കഴിഞ്ഞ പാട് എക്സാമിന് വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷൻ കൊടുത്ത് നമ്മൾ എഴുതുമ്പോൾ ആ ഒരു ടെൻഷനോ പ്രോബ്ലംസോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ സാധ്യത കൂടുതലുണ്ട് നമുക്ക് ഈ വർഷം ടീമിൽ കുട്ടികൾക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ. പിന്നെ എന്താ വിഷയം എന്ന് അറിയോ, ഇതിനകത്ത് ഇപ്പോൾ ഒരു സമയം ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുത്താലുള്ള ഗുണം, നമ്മൾ പുറത്തുള്ള കോളേജുകളിൽ കഷ്ടപ്പെട്ടു പോയി സീറ്റ് പൈസ കൊടുത്ത് വാങ്ങിക്കണ്ട, ബാങ്ക് ലോണിൻ്റെ പിന്നാലെ പാരൻസിനെ പറഞ്ഞേക്കണ്ട, നല്ല സുഖം ഉണ്ടാവും. നമുക്ക് ജൂണിൽ പരീക്ഷ കഴിഞ്ഞ് ജൂലൈയിൽ റിസൾട്ട് വരുമ്പോൾ പാരൻസിനോട് എനിക്കിങ്ങനെ ഒരു റാങ്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട്, എന്നെ കോളേജിൽ കൊണ്ടുവന്ന് ചേർത്തേക്ക്, ഇല്ലേ ആ പാരന്റ് വീണ്ടും പോകണം ഏതെങ്കിലും ബാങ്കിൻ്റെ മുന്നിൽ നമുക്ക് ലോണിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട്, നിങ്ങൾക്കും അത് ഓവർ ബേർഡനായി. ഈ ഒരു അവസരത്തിൽ നമ്മൾ ഈ ഒരു സമയം മാക്സിമം യൂസ് ചെയ്യാം. ഇനി ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്തിട്ട്, ഞാൻ ക്രാഷ് കോഴ്സിൽ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറയുന്നത്, ആ ഒരു ഒബ്ജക്റ്റീവ് വെച്ചിട്ടല്ല. സെൽഫ് പ്രിപ്പറേഷൻ ആണെങ്കിൽ പോലും ആ രീതിയിലൊന്ന് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് സമയമുണ്ട്. ഒരു 1.5 month നമ്മുടെ മുന്നിൽ ഇപ്പോഴും സ്റ്റിൽ അവൈലബിൾ ആണ്. അതൊന്ന് പ്രിപ്പയർ ചെയ്താൽ നല്ല റാങ്കിൽ എത്താൻ പറ്റും തന്നെയാണ് എൻ്റെ വിശ്വാസം. യെസ്, അപ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് സർ ഷെയർ ചെയ്തത്. ഇത് നിങ്ങൾക്കൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ അറിയിക്കാം. നമ്മളെപ്പോഴും നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതിൽ എന്താ പറയുക, റേസ് എയ്ഗൺ നമ്മളൊരു പുതിയ പ്ലാറ്റ്ഫോമാണ്, ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് എയ്ഗണ്. യൂട്യൂബിൽ ഫ്രീ ആയിട്ട് നമ്മൾ കീമിൻ്റെ ക്ലാസ്സുകൾ, യൂട്യൂബ് ഫ്രീ ക്ലാസ്സുകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ക്രാഷ് കോഴ്സ് പോലെ തന്നെ നിങ്ങൾക്ക് അത് അവൈലബിൾ ആണ്. റേസിന് ക്രാഷ് കോഴ്സുകളും സംഗതികളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ റേസ് 20-20 വർഷത്തെ 20 വർഷം ആഘോഷിക്കുകയാണ് നമ്മൾ ഈ വർഷം. 20 വർഷമായി, 2004 മുതൽ കേരളത്തിൽ റേസ് ഉണ്ട്, കോഴിക്കോടുണ്ട്. അപ്പോൾ തീർച്ചയായും എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിക്കട്ടെ, നല്ല ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല എക്സാം ആവട്ടെ എന്ന് സന്തോഷത്തോടെ ആശംസിക്കുന്നു. Yes, thank you so much, sir, and all the very best, dears. Bye bye.